അവസ്ഥയിലാണ് അതൊക്കെ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ദൗത്യത്തിന് പ്രതിസന്ധിയായി കാലാവസ്ഥ. ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നതിനൊപ്പം ഇടവിട്ട് മഴയും പെയ്യുന്നുണ്ട്. അടിയൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങാൻ കഴിയുന്നില്ല. സംഘം നദിയിലെ മൺകൂനയ്ക്ക് സമീപം ബോട്ടിൽ പരിശോധന നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും മണ്ണ് മാറ്റുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട്. അതേസമയം അപകടം നടന്ന സ്ഥലത്തിന് സമീപം വീണ്ടും നേരിയ തോതിൽ മണ്ണിടിഞ്ഞു. അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി, അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും, സാധ്യമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. കർണാടക സർക്കാരുമായി ഏകോപനം നടക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് പ്രധാനമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഓരോ ഡെവലപ്മെന്റും ഞങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. എല്ലാ നിലയിലും ഒരു കോർഡിനേഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ഈ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണോ ചെയ്തത് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രക്ഷാദൗത്യം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അല്ല, ഇപ്പൊ നമ്മൾ ഈ തെരച്ചിൽ എന്തൊക്കെ ശ്രമം നടത്താൻ പറ്റും ആ ശ്രമമൊക്കെ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ആർമി, നേവി, കർണാടക സർക്കാർ, മറ്റ് സംവിധാനം എന്തൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാനാവുക അതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടത്തുക, അതിൽ എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക, അതാണ് പരമപ്രധാനം. വീട്ടിൽ പോയിരുന്നു, ഇന്നലെ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അതല്ലാതെ തന്നെ ഫോണിലും അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബ സുഹൃത്തുക്കളുമായും പരിസരവാസികളുമായും ഒക്കെ തുടർച്ചയായിട്ട് ഈ കഴിഞ്ഞ 15 ദിവസവും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു. പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ 1.5 ആഴ്ചയോളമായി തുടരുകയാണ്. എല്ലാവർക്കും, അതായത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. അർജുന്റെ വീട്ടുകാരും നാട്ടുകാരുമെല്ലാം പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. KB ബൈജുവിലേക്ക് പോകുന്നു. ബൈജു, കഴിഞ്ഞ 10 ദിവസത്തിലധികമായി അർജുന് വേണ്ടിയുള്ള, അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയ പ്രതീക്ഷ നിറഞ്ഞ രീതിയിൽ ചില കൃത്യമായ സൂചനകൾ ലഭ്യമായതാണ്. ഇപ്പോൾ ആ ലോറി കണ്ടെത്തിയെന്ന വിവരങ്ങൾ ലഭ്യമായിട്ട് 48 മണിക്കൂർ പിന്നിടുന്നു. അതായത് 2 ദിവസം മുൻപ് സ്പോട്ട് ലൈവിൽ ഇതേ സമയമാണ് KB ബൈജു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്ന് പ്രേക്ഷകരോട് പങ്കുവച്ചത്. ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ലോറി കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു അവസ്ഥയാണോ ബൈജു? എന്താണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് അവിടെ? ടോമേ, തീർച്ചയായും അന്ന് സ്പോട്ട് ലൈവ് നടക്കുന്ന സമയത്താണ് നമ്മൾക്ക് യാദൃശ്ചികമായി ആ വിവരം ലഭിക്കുന്നത്. ആ ലോറി കണ്ടെത്തി എന്ന വിവരം. പക്ഷേ ഇപ്പോഴും അർജുനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നിരാശ. എന്തായാലും കനത്ത മഴയാണ് ഇവിടെ. അതുമാത്രമല്ല, ശക്തമായി വീശിയടിക്കുന്ന കാറ്റും പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നാവികസേനയും അതുപോലെ തന്നെ കരസേനയും ഒക്കെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അപ്പോഴും ആ ചോദ്യം ബാക്കിയാവുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബം, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ഒരുപാട് പേർ ഇത്തരത്തിൽ അർജുനായി പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. ഇനി അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ കാണുമോ എന്നതാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ ഉയരുന്നത്. ഈ തിരച്ചിൽ ഒരു പക്ഷേ നിർത്തിവെക്കാനുള്ള സാധ്യത പോലും നമുക്ക് കാണുന്നുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് ലഭിച്ച ഒരു വിവരമാണ്. അങ്ങനെയെങ്കിൽ ഈ തിരച്ചിൽ ഇനി എന്ന് പുനരാരംഭിക്കും? കാരണം ഈ പുഴയിലെ അടിയൊഴുക്ക് അത് വലിയ തോതിൽ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ പുഴയിലെ അടിയൊഴുക്കിൽ ഈ നേവി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2 നോട്ട് വേഗതയിൽ നമുക്ക് ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് തെരച്ചിൽ നടത്താൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ 7 നോട്ടാണ് ഇതിലെ വേഗത. ഒരു കാരണവശാലും
പുഴയിലിറങ്ങി മുങ്ങൽ വിദഗ്ധർക്ക് ഈ ക്യാബിനടുത്തെത്തി അതിനകത്ത് അർജുൻ ഉണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ കഴിയില്ല. മറ്റൊരു കാര്യം, കൊളുത്തുപയോഗിച്ച് ഈ വാഹനം, ഈ ലോറി മുകളിലേക്ക് ഉയർത്തണം. അതിനും മുങ്ങൽ വിദഗ്ധർ ഇത്തരത്തിൽ താഴ്ഭാഗത്തേക്ക് പോകണം. പക്ഷെ അതിനും സാധിക്കാത്ത കാലാവസ്ഥ. ആത്മഹത്യാപരമെന്നാണ് ഇതിന് നേതൃത്വം നൽകുന്ന ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത്രത്തോളം വലിയ തോതിലുള്ള ഒഴുക്കാണ്, അടിയൊഴുക്കാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രതിസന്ധിയായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലെ അടിയൊഴുക്ക് തടയണോ മറ്റോ അത്തരത്തിൽ മാർഗങ്ങളോ അതും ഇപ്പോൾ മുന്നിലില്ല. അങ്ങനെയാണെങ്കിൽ ഇനി രക്ഷാദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു ചോദ്യമാണുള്ളത്. വലിയ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയോടെയായിരുന്നു നമ്മൾ കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ടോം ഉൾപ്പെടെ നമ്മൾ സ്പോട്ട് ലൈവിൽ എല്ലാ ദിവസവും നമ്മൾ ഇത് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്ന ഒരവസ്ഥ. എന്തായാലും മറ്റൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനകം മന്ത്രിമാർ, അതായത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടെ എത്തും. 2:30 അവരുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും. നമുക്കത് തത്സമയം തന്നെ നൽകാൻ കഴിയുമെന്നാണ് വിശ്വാസം. നമ്മൾ ആ ഭാഗത്തേക്ക് അല്പസമയത്തിനകം നമ്മൾ നീങ്ങുന്നതായിരിക്കും. 2:30 തത്സമയം അവർ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് അറിയും. എന്നാൽ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള ഈ മന്ത്രിസംഘം, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന 5 മണിക്ക് നടക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ വാർത്താ സമ്മേളനം അത് നിർണായകമാണ്. ഇനി തിരച്ചിൽ നിർത്തുന്നു അല്ലെങ്കിൽ തിരച്ചിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, അത് ആ മാധ്യമ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കൂ എന്ന് അറിയേണ്ടതുണ്ട്. എന്നാലും വലിയ നിരാശയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത്. അല്പസമയം മുമ്പാണ് നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ എത്തിയത്. ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച, ഈ ലോറി കണ്ടെത്തിയ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതാണ്. അവസാനമായ ഒരു പരിശോധനയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. അത് കാലാവസ്ഥ, ടെമ്പറേച്ചറിന്റെ പ്രശ്നമാണ്. രാത്രി ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും വലിയ മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. ഏതായാലും ഈ സമയത്ത് നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഡ്രോൺ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്നത്. 2 മണിക്കൂറോളം ഡ്രോൺ പരിശോധന നടത്തി. ഇനി അതിന്റെ വിവരം ഐബോർഡിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട്. എന്താണ് അതിൽ നിന്നും ലഭിച്ചത്, ഇനി അർജുനെ കണ്ടെത്തിയോ ആ ലോറിക്കകത്ത് എന്നതൊക്കെ അറിയാനുണ്ട്. അപ്പോഴും അർജുനെ എങ്ങനെ ആ ലോറിയിൽ നിന്നും പുറത്തു കൊണ്ടുവരും, അഥവാ കണ്ടെത്തിയാൽ തന്നെ അതൊക്കെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ലക്ഷ്മണന്റെ ഒരു കടയുണ്ടായിരുന്നു. ആ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ അവിടെ കാണാൻ സാധിച്ചു. അതിൽ പ്രധാനമായും നമ്മൾ ആശങ്കപ്പെടുന്ന രീതിയിൽ അർജുൻ ലോറിക്ക് പുറത്തായിരുന്നോ അതോ ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കടയിലായിരുന്നോ? നമുക്കറിയാം ആ അപകടത്തിൽ ലക്ഷ്മണന്റെയും കുടുംബവും മുഴുവൻ, ആ കുടുംബം ഒന്നാകെ മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ, അതായത് ലോറിക്കാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ ആ കടയിൽ ഇരിക്കുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള അപകടം വന്നതെന്ന ഒരു അത്തരത്തിലുള്ള ഒരു ചിന്തയിലാണ് ഇത്തരത്തിൽ അവിടെയും ഒരു തെരച്ചിൽ നടത്തുന്നത്. പിന്നെ 2 പേർ ഇനിയും കണ്ടെത്താറുണ്ട്. അർജുനെ കൂടാതെ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. അവർ ഈ കടയിൽ ഉണ്ടായിരുന്നവരാണ്. ഏതായാലും ഏറ്റവും വലിയ ആഘാതം ഉണ്ടായത് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടയുടെ ആ ഭാഗത്താണ്. ആ കട കാണാനില്ല, അദ്ദേഹത്തിന്റെ വീട് കാണാനില്ല. എന്തായാലും ആ 7 മൃതദേഹങ്ങൾ ലഭിച്ചതും ആ ലക്ഷ്മണന്റെ കടയിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതുവഴിയാണ് ഈ ലോറി അതിന് മുന്നിലാണ് പാർക്ക് ചെയ്തിരുന്നത്. ആ ഭാഗത്ത് നിന്നാണ് ലോറി ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലിൽ പുഴയിലേക്ക് നിരങ്ങി നീങ്ങിയത്. ഒരുപക്ഷെ ആ ആഘാതത്തിൽ വാഹനത്തിന്റെ അകത്ത് ക്യാബിൻ അത് ഏത് രീതിയിലായിരിക്കുമെന്നൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് കൃത്യമായി കണ്ടെത്തുന്നത് ഡ്രോൺ പരിശോധനയാണ്. ആ ഡ്രോണിന്റെ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മനുഷ്യ സാന്നിധ്യം, അതായത് അർജുന ലോറിയിൽ ഡ്രോൺ വ്യക്തമാണ്. KV ബൈജു ആണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതനുസരിച്ച് അവസാനവട്ട പരിശോധന നടക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഏറെ നിരാശപ്പെടുത്തുന്ന കാര്യം, ഒരു താൽക്കാലികമായി രക്ഷാദൗത്യം നിർത്തിവെച്ചേക്കുമെന്ന ചില സൂചനകൾ വരുന്നുണ്ട്. വൈകിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവെച്ചേക്കുമെന്നാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യ സാധ്യമായതെല്ലാം ഷിരൂരിലെ രക്ഷാദൗത്യം ചെയ്തിരുന്നു. നാവിക സൈന്യം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരിശോധന, അവിടുത്തെ പോലീസ്, മറ്റ് ഭരണകൂടം, കേരളത്തിലെ ജനപ്രതിനിധികളടക്കം അവിടെ പോയി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ കാര്യം, ഓരോ നീക്കങ്ങളും, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നിരാശപ്പെടുത്തുന്ന കാര്യം വരുന്നത്, താൽക്കാലികമായി ഈ രക്ഷാദൗത്യം നിർത്തിവെച്ചേക്കുമെന്ന ചില വിവരങ്ങൾ, ചില സൂചനകളാണ് KV ബൈജു ഒടുവിൽ പറയുന്നത്. CV അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, അർജുന്റെ നാട്ടിൽ നിന്നും അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഏറെ അല്പം
നിരാശപ്പെടുന്ന കാര്യമാണ്. കാരണം അവിടെ കാലാവസ്ഥ ദുഷ്കരമാണ്. പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാദൗത്യം ഇനി മുന്നോട്ട് പോകാൻ സാധ്യമാകാത്തൊരവസ്ഥ. താൽക്കാലികമായി ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചേക്കുമെന്ന ചില സൂചനകൾ വരുന്നുണ്ട്. അതിനിടെ അവരുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴും തുടരുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ ഒരു 48 മണിക്കൂർ അവിടുത്തെ നാട്ടുകാരും അർജുന്റെ ബന്ധുക്കളുമെങ്കിൽ ചില രീതിയിലുള്ള നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വരുന്നത്. എന്താണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അർജുനെ കുറിച്ച് അവർ പങ്കുവെക്കുന്ന ഓർമ്മകൾ എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു നടപടികൾ വരികയാണെങ്കിൽ, ഈ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു നടപടികൾ വരികയാണെങ്കിൽ അതിനോട് അവരുടെ പ്രതികരണം എന്താണ്? അർജുൻ, അനുമോദ്. ടോം, കണ്ണാടിക്കൽ ഗ്രാമം ഒന്നാകെ 11 ദിവസമായി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ആ അവസ്ഥയാണ് ഉള്ളത്. ഓരോ നിമിഷവും രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ മൊബൈലിൽ നോക്കി മനസ്സിലാക്കുന്നു. ഓരോ നിമിഷവും അർജുനെ കണ്ടെത്തി എന്നൊരു വാർത്ത കേൾക്കാൻ വേണ്ടി ഈ നാട് ഒന്നായി കാത്തിരിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് അർജുനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ്, അവരുടെ പ്രാർത്ഥനകളാണ്. ചേട്ടാ, ഇപ്പോൾ അവിടുന്ന് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അറിയുന്നത് കനത്ത മഴയും കുത്തൊഴുക്കുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന തരത്തിലാണ്. ചിലപ്പോൾ നിർത്തിവെച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. എത്രമാത്രം വേദനാജനകമാണ് നമുക്കിത്. നമ്മൾ ഒന്നും അവനെ കെട്ടിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സാവനാണ്. മറ്റേ ഇത് ഒന്നും അറിയില്ലല്ലോ, എവിടെയാണ് എന്താന്നുള്ളത് ആർക്കും ഒന്നും തിരിച്ചറിയില്ല. മറ്റേ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ കിട്ടിയതിന് ഇതാക്കാം. ഇത് വണ്ടി കണ്ട് പിന്നെ സിഗ്നൽ കിട്ടിയെന്നല്ലാതെ എന്താ സ്ഥിതി എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കിട്ടിയാൽ കഴിച്ചതായി. കാരണം അവൻ്റെ കുടുംബക്കാർ തന്നെ അത്രയും കാത്തിക്കാണ്. എന്തായാലും എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഇത് ഇത്രയും നാൾ കാണാതായിട്ട് 10 ദിവസം 15 ദിവസം അതിനായിട്ട് എങ്ങനെ കിട്ടിയാൽ മതി. എന്നോടാണെങ്കിൽ അത് കഴിച്ചലായി. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് എല്ലാത്തിലും ആക്റ്റീവായി എടുക്കുന്നതാണ്. അവന് ഇവിടത്തേക്ക് ഇറങ്ങില്ല, എന്നാലും കുടുംബം പോറ്റാനായിട്ട് പരക്കം പറയുന്ന ആളാണ്. ഇടയ്ക്ക് കാണാനല്ലാതെ കൂടുതലായിട്ട് കാണില്ല. എന്നാലും കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് കണ്ടുപരിചയുണ്ട്. സങ്കടാക്കുന്ന വാർത്തകളൊക്കെയാണ് അടുത്ത് കേൾക്കുന്നത്. സങ്കടാക്കുന്ന വാർത്ത എന്നാൽ അവനെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബേജാറാണ്. വണ്ടി എന്നും വാർത്ത കേൾക്കും, വാർത്തയിൽ അവൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. ചെറിയൊരു മോനുണ്ട്. പിന്നെ ഒരു പെങ്ങളെ കല്യാണമാണെങ്കിലൊക്കെ ഉറപ്പിച്ചതാണ്. വീടിൻ്റെ പണികളുണ്ട്. മോനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ദാഹത്തിന് കളിക്കുന്ന ആളല്ല. കുടുംബം നോക്കിയിട്ട് കളിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്, നല്ല ചങ്ങായിയാണ്. ഇപ്പോൾ പണിക്ക് പോയാലും വന്നാലും ഇവിടെ 2 ദിവസം കൂടുതൽ തങ്ങൂല. പിന്നെ 3 നോമ്പണിക്ക് പോകും. വേറെ ഒരു അലമ്പോ കാര്യമൊന്നുമില്ല. എല്ലാവരും നല്ല പെരുമാറ്റമാണ്, നല്ല പെരുമാറ്റമാണ്. നല്ലൊരു വ്യക്തിയാണ്. എന്തൊക്കെ പണി ആവശ്യ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ പറഞ്ഞതിനൊക്കെ എല്ലായിടത്തിലും വരിക, എല്ലാവർക്കും സഹായം ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക ഒക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു മനുഷ്യനെയും ഇതിനെല്ലാം ഒപ്പം തൻ്റെ ജീവിതം നന്നാക്കാനുള്ള ഓട്ടം അല്ലേ? എല്ലാവർക്കും വല്ലാത്തൊരു അടിയിൽ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. എന്ന് കിട്ടും നാളെ കിട്ടും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇപ്പം എന്തായാലും ദിവസം 11 ഒരു ഭാവമില്ല, ഒരു ഇതുമില്ല. അവർക്കാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങാൻ ഭയങ്കര ശക്തി അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. ഏറ്റവും അവസാനം വരുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ തെരച്ചിൽ സാധ്യമാകുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കുടുംബം തന്നെ ആകെ ടെൻഷനായി കുത്തിരിക്കുകയാണ്. എൻ്റെ മോനെ അതിലും കൂടുതൽ ടെൻഷനായി കുത്തിരിക്കുക. ഒരുമിച്ച് ജോലി പോകുമ്പോൾ അവനെ വിളിക്കും. വലിയ സ്നേഹിതനാണ്. ഞാനായിട്ടൊന്നും വലിയ പരിചയമില്ല. നമ്മളെ ലോയിക്കാരൻ്റെ മോനാന്ന് മാത്രം. പക്ഷെ ഓനും അവനായിട്ട് നല്ല ഇതാണ്. പോകുമ്പോൾ അവനെ വിളിച്ചിട്ടാണ് പോവുക. 2 കൂടി ആ വണ്ടി ഓടിച്ചിട്ട് പോവുക ചെയ്യുക. 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞിട്ടാണ് വരിക. എന്നാലും ഒരു പ്രശ്നമില്ല. ധൈര്യത്തിൽ പോയി ഓനെ കൂടെ പറഞ്ഞേക്കുകയും അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പം. അതും ഇന്ന് അവനൊക്കെ എന്താ അവസ്ഥ? വീട്ടിലാണ്. വീട്ടിലിപ്പോൾ ഓനെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം തന്നെ. ഇന്നിപ്പോൾ എങ്ങോട്ടാ പോയിക്കുന്നത്, പണിയുണ്ട് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയിക്കുന്നല്ല. എങ്ങോട്ടാണെന്നുള്ള അറിയാം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാൻ രാവിലെ ഇവിടെ ഓരോരുത്തരെ കാണുമ്പോഴേ എല്ലാവർക്കും അർജുനെ കുറിച്ചുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. കാരണം മുമ്പ് സജീവമായിട്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തൊക്കെ ഇവിടെ എല്ലായിടത്തിലും സജീവമായി ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് ജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ആളാണല്ലേ. നല്ല മനുഷ്യൻ, നല്ല ചെക്കനാണ്. അവനെ കൊണ്ട് ഒരു കുറ്റം പറയാൻ ആർക്കും പറ്റൂല. കുറ്റം പറയാണെങ്കിൽ അവനെ എന്താ ചെയ്താലല്ലേ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയല്ലോ. പിന്നെ പുറമെ അങ്ങനെ ജോലിയായിട്ട് അങ്ങനെ കണ്ടമാനം ലോയിക്കാരായിട്ട് അങ്ങനെ കളിച്ചു കൂടുന്ന ആളുമല്ല. അവനാൻ വരിക, അവനെ പണിയെടുക്കുക, 2 ദിവസം കൂടുതൽ നിൽക്കുക, അവൻ്റെ ജോലിക്ക് പോവുക, അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒരു ഇതുമില്ല. കാരണം കുറച്ച് വീട്ടിലൊക്കെ പൈസയൊക്കെ കടണ്ട്. അപ്പോൾ അങ്ങനെ അവൻ തന്നെ വീട്ടണു. അപ്പം അതിൻ്റെ അതിൽ ലീവാക്കാണ്ട് അങ്ങനെ പോകും. തുടർച്ചയായിട്ട് ജോലിക്ക് പോകും. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ.
പിന്നെ ഒരു പെങ്ങൾ, 2 പെങ്ങന്മാരാണ്. ഒന്ന് ഓനിൻ്റെ മൂത്തതാണ് ചേച്ചി, പിന്നൊരു പെങ്ങൾ. അതിൻ്റെ കല്യാണമാണ് ഉറപ്പിക്കൊക്കെ വെച്ചത്. അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാം കൂടി ഉള്ള ഒരു ടെൻഷനിലാണ് ഈ സംഭവം സംഭവിച്ചത്. വലിയ നിരാശയിലാണ്, വലിയ സങ്കടത്തിലാണ്. അദ്ദേഹം മൊബൈലിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ അല്ലേ? എന്താ ചേട്ടാ, മൊബൈലിൽ വാർത്ത പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് നിങ്ങൾക്ക് അർജുനെ നേരിട്ട് പരിചയമുണ്ടോ? എന്താണ് വലിയ നേരിട്ട് പരിചയമൊന്നുമില്ല, അത് നമ്മളെ അയൽവാസിയാണ്. അവിടുന്ന് വരുന്ന വാർത്തകളൊക്കെ നമുക്ക് നിരാശ തരുന്നതാണ്. തെരച്ചിൽ നിർത്തിവെക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ടെൻഷൻ തന്നെയാണ് സംഭവം. ഈ ഒരു ഷെഡിൻ്റെ അർജുൻ സ്ഥിരമായിട്ട് ഇവിടെ വന്നിരുന്നതാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങാടിയിൽ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ എത്തി ഇവരുടെ കൂടെയൊക്കെ അല്പം സമയം ചിലവഴിച്ച്, പക്ഷേ ഇപ്പോൾ ഈ വലിയ വാഹനത്തിന് ലോറിയിലേക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം മറ്റൊന്നിനും സമയം കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അത്രമാത്രം ഈ ഒരു നാട് അർജുനുമായിട്ട് വളരെ അത്ര അടുത്ത് നിൽക്കുന്നതാണ്. ഈ നാട്ടിൽ ഓരോരുത്തർക്കും പറയാൻ എന്തെങ്കിലുമായിട്ടുള്ള ഒരു കാര്യം അർജുനുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും കണ്ണാടിക്കൽ ഗ്രാമം നമ്മൾ അല്പസമയം മുമ്പ് ആണ് ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം മുസ്ലിം പള്ളികളിലുണ്ടായ പ്രാർത്ഥനകളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതായത് എല്ലാത്തിനും അപ്പുറത്തായിട്ട് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് ഈ ഒരു നാട് എത്രമാത്രം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ വാർത്തയും ആ ദൃശ്യങ്ങളും ഒക്കെ. എന്താണെങ്കിലും നാടിൻ്റെ വേദനയായി അർജുൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ കാര്യം അതുമാത്രമാണ് ഇന്നിപ്പോൾ കണ്ണാടിക്കൽ ഗ്രാമത്തിന് ആവശ്യപ്പെടാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. ടോം. അനുമോദ് തുടരുക. അനുമോദ് സൂചിപ്പിച്ചതുപോലെ, നാട്ടുകാർ പറഞ്ഞതുപോലെ ഇപ്പോഴും നാട്ടുകാർ വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട അർജുന്റെ ഓർമ്മകൾ അവർ പങ്കുവയ്ക്കുന്നു. അർജുൻ കഴിഞ്ഞ പ്രളയകാലത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തെ അവർ നന്ദിയോടെ സ്മരിക്കുന്നു. അശ്വതി പിള്ള ചേരുന്നുണ്ട് അർജുന്റെ വീടിന്റെ സമീപത്ത് നിന്ന്. അശ്വതി, കഴിഞ്ഞ 11 ദിവസമായി ഒരു കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴും അർജുൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഒരല്പമെങ്കിലും ബാക്കി അവർക്കുണ്ട്. എന്നാൽ അവർ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, എന്തിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷെ അതിനിടെ ആ കുടുംബത്തെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം പോലും അവർ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. ഇന്ന് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പ്രതികരണമൊന്നും ലഭ്യമായില്ല. എന്താണ്, അവർ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണോ? കുടുംബം, അർജുന്റെ അമ്മയും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളുമൊക്കെ അശ്വതിയുമായി രാവിലെ സംസാരിച്ചിരുന്നു. അവർ എന്താണ് പറയുന്നത്? അശ്വതി. തീർച്ചയായിട്ടും ടോം, നമ്മൾ രാവിലെ തന്നെ അവരോട് സംസാരിച്ചിരുന്നു. ക്യാമറയുമായി മനഃപൂർവ്വം തന്നെ പോകാത്തതാണ്. അവരുടെ വിഷമങ്ങൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ, ഒരാൾ നേരിട്ട് പോയി അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ ആയിരിക്കില്ല അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുക. അല്ലെങ്കിൽ തന്നെ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ക്യാമറയുമായി അല്ല പോയത്. കുറേ നേരം സംസാരിക്കാൻ കഴിഞ്ഞു അമ്മയോടൊക്കെ. അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ ഓരോ വീഡിയോയും എടുത്ത് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിരുന്നോ, ഈ വീഡിയോ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ, മകൻ അവസാനമായി വീട്ടിലേക്കൊന്ന് വരണം, ഒന്ന് കൊണ്ടുവരണം, അവനെ എത്തിക്കണമെന്ന ഒരു പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ അവരുടെ ആ വാക്കുകളിൽ നമുക്ക് കൃത്യമായി കാണാം. വളരെ വിഷമിപ്പിക്കുന്നത്, നമുക്ക് ആർക്കും അവരെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷെ ആരും അലർക്കറിയുന്നൊന്നുമില്ല. അച്ഛൻ ഉണ്ട്, അമ്മയ്ക്ക് ഈയിടയ്ക്കാണ് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് അമ്മ റെസ്റ്റിലാണ്. ആ സമയത്ത് പോലും അമ്മ ഓരോ സമയവുമുള്ള അപ്ഡേഷൻസ് നോക്കുകയാണ്. അത് ഫോണിലൂടെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ആയോ എന്നുള്ള കാര്യം അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ ഇവരുടെ ഇളയ മകനും ഒപ്പം ചേച്ചിയുടെ ഭർത്താവും, അർജുൻ്റെ ചേച്ചിയുടെ ഭർത്താവും അവിടെയുണ്ട്. ചേച്ചി എന്ന് പറയുമ്പോൾ അഞ്ജുവിനെ കുറിച്ചുകൂടി എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഈ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി ഈ സമയത്ത് പോലും എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ ഒരു വശത്ത് നമ്മൾ അഭിമാനിക്കുകയും മലയാളികൾ ഒറ്റക്കെട്ടായി ഈ രക്ഷാപ്രവർത്തനത്തിലടക്കം നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും
മലയാളികൾ തന്നെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ബുള്ളിയിങ് അവരെ നടത്തുന്നത് ഈ അവസരത്തിലും എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ക്യാമറയും എടുത്ത് അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാം. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ മാനുഷിക പരിഗണന നമ്മൾ കാണിക്കാത്തിടത്തോളം, പക്ഷെ അവരിപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ആകെയുള്ള ഒരു ആഗ്രഹം മകനെ അവസാനമായി ഒന്ന് കാണണമെന്നാണ്. അമ്മ തന്നെ പറയുന്നുണ്ട്, മനുഷ്യ ശരീരം ഞാൻ വാർത്തയിൽ കണ്ടു, എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വാർത്തയിൽ കണ്ടു, മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന വാർത്തയിൽ ഞാൻ കണ്ടു. മനുഷ്യ ശരീരം അങ്ങനെ തന്നെ ആയിരിക്കില്ലല്ലോ എൻ്റെ മകൻ്റെ ശരീരം അവിടെ ഉള്ളത്. അതങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ, ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകനെ അവസാനമായി കണ്ടപ്പോഴുള്ള ഇതുപോലെ ആയിരിക്കില്ലല്ലോ അർജുൻ്റെ ശരീരം അവിടെ ഉണ്ടാവുക എന്നാണ്, ആ മണ്ണിനടിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആ വെള്ളത്തിലുണ്ടാവുക എന്നാണ് അമ്മ പറയുന്നത്. ഒരമ്മയാണ് എന്ന് ഓർക്കണം. ഒപ്പം അഞ്ജുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സഹോദരി അഞ്ജു, 1 വയസ്സിൻ്റെ വ്യത്യാസമാണ് അഞ്ജുവും അർജുനും തമ്മിലുള്ളത്. അഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്നതും അവർ വലിയ കൂട്ടായിരുന്നു രണ്ടുപേരും. 4 മക്കളാണ് ഉള്ളത്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അപ്പോൾ ഈ അഞ്ജുവും അർജുനും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഇരട്ട കുട്ടികളെ പോലെ ആയിരുന്നു പഠന കാര്യത്തിലും എല്ലാം എന്നാണ് പറയുന്നത്. പക്ഷേ അർജുൻ്റെ ഒരു പ്രത്യേകത അമ്മ പറഞ്ഞത്, അർജുൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പത്രമിടാൻ പോകുമായിരുന്നു. അതായത് സൈഡ് വഴിയുള്ള ഏണിങ് അന്ന് തന്നെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ, വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അർജുൻ ആഗ്രഹിച്ചിരുന്നു. അതിന് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു സാമ്പത്തികമായി കുടുംബം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ഇവർക്ക് എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അസാമാന്യമായൊരു ധൈര്യം നമുക്ക് ആ കുടുംബത്തിന് കാണാൻ കഴിയുന്നു. പലപ്പോഴും അർജുൻ്റെ ഭാര്യയോട്, അതും വളരെ ചെറിയ കുട്ടിയാണ്, അവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. അവരൊക്കെ ആർജിച്ചെടുത്ത ഒരു ധൈര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അലറിക്കരയുന്നില്ല. പകരം ഈ സൈന്യവും NDRFും ഒക്കെ അവിടെ തിരയുന്നതിനപ്പുറത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇനി ആരെ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും, ഈ സമുദ്രത്തിനടിയിൽ അല്ലെങ്കിൽ ജലത്തിനടിയിലേക്ക് എത്തിക്കാവുന്ന കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ലഭ്യമാക്കാവുന്ന, അത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുകയാണ് അവരെന്നുള്ളതാണ്. ആ രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന ഒരു കുടുംബത്തെ ഒപ്പം നിൽക്കുക, ചേർത്ത് പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് സൈബർ ആക്രമണം നടത്തുക എന്നുള്ളത് അത്രയും നീചമായ ഒരു കാര്യം തന്നെയാണ്. അത് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതിലെ വാർത്ത. അക്കാര്യത്തിൽ ഈ അർജുൻ്റെ അമ്മയുടെ ചേച്ചിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ്ങിന് ഇരയായതും അത് എഡിറ്റ് ചെയ്യപ്പെട്ട അവരുടെ വീഡിയോ അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ഉണ്ടായിട്ടോ. അതിലൊക്കെ നിയമ നടപടികളിലേക്ക് തന്നെ പോകണം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അവർ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു ക്യാൻസർ അതിജീവിതയാണ് അവർ, അതും കൂടി എടുത്തു പറയണം. ആ സൈബർ ബുള്ളിങ്ങിന് ഇരയായ ആ സ്ത്രീ അവർ ഒരു പോലീസുകാരിയാണ്, ഒപ്പം ക്യാൻസർ അതിജീവിത കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അർജുൻ ആരായിരുന്നു? ഇതുപോലുള്ള ഒരു ദുരന്തം നേരിട്ട കുടുംബത്തെ പോലും സൈബർ ഇടത്ത് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കേണ്ടത് മാത്രമല്ല, എതിർക്കപ്പെടേണ്ടതാണ്. ഇവരെ അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവരെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. അശ്വതി, ഈ ഒരു സമയം എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയായ മറ്റൊരു സമൂഹം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളാണ്. കാരണം ഈ അർജുന് വേണ്ടി തുടക്കം മുതൽ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി KB ബൈജുവിനെ പോലുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ ഊണും ഉറക്കവുമില്ലാതെ അവിടെ ഈ പറയുന്ന അർജുന് വേണ്ടി ശബ്ദം മുഴക്കുന്നുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റൊരു നാട്ടിലും കാണാത്ത ഐക്യമാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു മലയാളി എന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്ന നമ്മൾ മറുവശത്ത് ഇതുപോലുള്ള സൈബർ ബുള്ളിങ്ങിനെ എതിർക്കേണ്ടതല്ലേ? കാരണം ഈ അർജുന്റെ വീട്ടിൽ പോയി അവരുടെ പ്രതികരണം എടുത്തതിന് മാധ്യമങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായി. ഈ അർജുന്റെ അമ്മയുടെയും സഹോദരിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ വാക്കുകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ഇവിടുത്തെ ഭരണകൂടവും ഈ വിഷയത്തിൽ അർജുന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായത്. പക്ഷെ നമ്മളെ വേട്ടയാടുന്നു, ഈ കുടുംബത്തെ വേട്ടയാടുന്നു. ഇത് ആരാണ് ഇതിന് പിന്നിൽ? അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇവിടെ അർജുന്റെ വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് മന്ത്രിയോട് നേരിട്ട് തന്നെ അർജുന്റെ കുടുംബാംഗങ്ങൾ ഈ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരാതി പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ജുവിനോട് രാവിലെ സംസാരിച്ചപ്പോൾ, അർജുന്റെ സഹോദരിയോട് സംസാരിച്ചപ്പോൾ അഞ്ജു പറഞ്ഞതും അത് തന്നെയാണ്. മന്ത്രിയെ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനായി അതിനുശേഷം അതിന്റെ വിശദ വിവരങ്ങൾ മന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അതല്ലാതെ ഈ അർജുന്റെ അമ്മയുടെ പ്രതികരണമായിരുന്നു വലിയ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നതായിരിക്കും.
പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറയുന്നത്. പുഴയിൽ വലിയൊരു കുത്തൊഴുക്ക്. നേവി അതിൻ്റെ ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നുവെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ്, അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? ജില്ലാ കലക്ടർ അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടാകും. കോഴിക്കോട്ട് MP, കോഴിക്കോട്ട് നിന്നുള്ള 2 MLA മാർ, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, ലിൻഡോ, അത് അവരെത്തിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം MLA അഷ്റഫ്, കോഴിക്കോട്ട് MP ശ്രീ MK രാഘവൻ, അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ്. എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ്. ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്തത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. ശരി. മന്ത്രി മുഹമ്മദ് റിയാസാണ് സംസാരിച്ചത്. നേരത്തെ അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്നാണ് മന്ത്രി സ്ഥലത്തെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ രക്ഷാദൗത്യം തുടരണമെന്ന കാര്യം അദ്ദേഹം ആവശ്യം ഉന്നയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമായി ആയിട്ടാണ് മന്ത്രി ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ഉന്നയിക്കുന്നതായാലും മന്ത്രി സ്ഥലത്തെത്തിയോടുകൂടിയ ഔദ്യോഗികമായ ചില ചർച്ചകൾ, മീറ്റിംഗുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CB അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിരവധി ജനപ്രതിനിധികൾ അവിടെയുണ്ട്. മന്ത്രിയുടെ ആവശ്യം, സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ആവശ്യം ഈ രക്ഷാദൗത്യം തുടരണം, നിർത്തിവെക്കരുത്, സാധ്യമായതെല്ലാം ചെയ്യണം, അർജുനെ കണ്ടെത്തണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. ഇതൊരു മന്ത്രി, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ കൂടി അവിടെ എത്തുന്നത് കൂടി ഒരു പ്രതീക്ഷ വീണ്ടും ഉണ്ടാകുന്നു. രക്ഷാദൗത്യം വീണ്ടും തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? ടോം, അത് ഈ ഒരു നാടിന്റെ മുഴുവൻ ആവശ്യമാണ് അർജുനെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ 11 ദിവസമായി ഇവരെല്ലാം അവരുടെ ജോലി പോലും ഒരുപക്ഷെ ഉപേക്ഷിച്ച് എന്നൊക്കെ പറയാം, ഈ ഒരു വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യമാണ് കണ്ണാടിക്കലിൽ നമ്മൾ കണ്ടത്. പലർക്കും അർജുനുമായിട്ടുള്ള വ്യക്തിബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അർജുനെ അവസാനമായിട്ട് നമുക്ക് കാണുക, അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുക എന്നുള്ളത് അത്രയും അനിവാര്യമായ ഒന്നാണ് ഈ ഒരു നാടിന്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഇപ്പോഴത്തെ സന്ദർശനം വലിയ പ്രാധാന്യം ഉള്ളതാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള സന്ദേശം PA മുഹമ്മദ് റിയാസിലൂടെ നൽകുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. വലിയ ശക്തമായ കുത്തൊഴുക്ക്, കാറ്റ്, മഴ, ഇതൊക്കെ തന്നെ ആ പുഴയിൽ, ഗംഗാവതി പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല. അതുപോലെ തന്നെ ഏതൊരു രക്ഷാപ്രവർത്തനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം എവിടെയും നമ്മൾ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിരാശപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. അവിടെയും മന്ത്രിയുടെ ഇടപെടൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ സഹായിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. കാരണം അർജുനെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും പരമാവധി പ്രയോജനപ്പെടുത്തി എല്ലാ ശ്രമങ്ങളും നടത്തി അതിലേക്ക് എത്താനുള്ള വഴികൾ അത് ഓരോ ദിവസവും ഓരോ പ്രതിസന്ധി വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള പുതിയ മാർഗങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പരീക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമം നടത്തുകയാണ് വേണ്ടത്. സ്വാഭാവികമായിട്ടും തെരച്ചിൽ നിർത്തുവാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ തെരച്ചിൽ തുടരാനുള്ള ഒരേ ഒരു കാരണം അർജുനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാടിൻ്റെ ഒന്നാകെയുള്ള ആവശ്യമാണ് മന്ത്രി. തീർച്ചയായും അത് മാത്രമാണ് തെരച്ചിൽ തുടരണമെന്ന ആവശ്യം കേരളം ഉയർത്തുന്നത്, മലയാളികൾ ഉയർത്തുന്നത്. KB ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, മന്ത്രി മുഹമ്മദ് റിയാസ്
ഷിരൂരിലെത്തിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം അർജുനെ കണ്ടെത്താൻ വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യണം, രക്ഷാദൗത്യം തുടരണം. മന്ത്രി ഇപ്പോൾ ഈ അവിടുത്തെ കർണാടക സർക്കാരുമായിട്ടുള്ള ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കേരളത്തിന്റെ നിലപാട്? അത് അദ്ദേഹം ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടി വീണ്ടും തിരച്ചിൽ തുടരണമെന്ന ആവശ്യം തന്നെയായിരിക്കും അല്ലേ ഉയർത്തുക? ഉള്ള ഒരു സൂചന എന്നത് അത് അടിവരയിടുന്നതാണ് മന്ത്രിയുടെ വാർത്താ സമ്മേളനവും. ഇതിൽ ഏറ്റവും പ്രധാനമായി മന്ത്രി പറഞ്ഞത് രക്ഷാദൗത്യം തുടരാൻ ആവശ്യപ്പെടും എന്നതാണ്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MLA-മാർ MP-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായുള്ള ഒരു യോഗം ഇപ്പോൾ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ നടക്കുകയാണ്. ആ യോഗത്തിൽ മന്ത്രി അത് ആവശ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അർജുനെ കണ്ടെത്തണം, അതിനായി തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരണം. മന്ത്രി 2 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ അത് കൂടുതൽ ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. അത് അടിവരയിടുന്നതായിരുന്നു മന്ത്രിയുടെ വാർത്താ സമ്മേളനവും. മന്ത്രി ആ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്ന ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് പ്രതീക്ഷ ഏകുന്ന സംഭവം തന്നെയാണ്. ഏത് തരത്തിലെങ്കിലും ഈ ട്രക്ക് മുകളിലേക്ക് ഉയർത്തണം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉയർന്ന ആവശ്യവും അത് തന്നെയാണ്. അതിനകത്ത് അർജുൻ ഉണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് മാത്രമേ ഇനി പ്ലാൻ സി എന്ന രീതിയിലേക്കുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാവൂ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ഈ രക്ഷാദൗത്യം പ്രതിസന്ധി ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വലിയ തോതിലുള്ള അടിയൊഴുക്കൊക്കെ ഈ രക്ഷാദൗത്യത്തിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഏത് വിധേനയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകണം, അർജുനെ നമുക്ക് വേണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതും. അദ്ദേഹം ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം കഴിഞ്ഞതുള്ളൂ. അതിനുശേഷം AK ശശീന്ദ്രൻ രാത്രി 9 മണിയോടുകൂടി ഇവിടെ എത്തും. ടോം, ബൈജു ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ചില ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്ന നിർണായകമായിട്ടുള്ള ചർച്ചയാണ്. നേരത്തെ ബൈജു സൂചിപ്പിച്ചിരുന്നല്ലോ ജില്ലാ ഭരണകൂടം വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന്. അത് എന്തായിരിക്കും? ഇതുമായി രക്ഷാദൗത്യം തുടരണമോ വേണ്ടോ എന്ന കാര്യത്തിലുള്ള ചർച്ചകളാണോ ഇപ്പോൾ നടക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴത്തേക്കൊരു വ്യക്തത വരും? വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് പൊതുവായി ഇത്തരം കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുക. അതിൽ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, ജില്ലാ SP അതുപോലെ തന്നെ MLA-മാർ ഉൾപ്പെടെയുള്ള സംഘം വന്നാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുക. അത് 5 മണിക്കാണ് വാർത്താ സമ്മേളനം ഉണ്ടാകുക. അതിനു മുമ്പ് തന്നെ മന്ത്രി ഇപ്പോൾ കലക്ടറുമായും അതുപോലെ തന്നെ SP-യുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നടക്കുന്നത്. നിർണായകമായ കൂടിക്കാഴ്ച. രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകണം, അർജുനെ കണ്ടെത്താനുള്ള ഊർജിത നടപടി ഉണ്ടാകണം, അതിന് സാധ്യമല്ല ആയതെല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എന്തായാലും യോഗം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയവയെല്ലാം നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാദൗത്യം തുടരണമെന്ന ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെട്ടത്. ഏതായാലും കർണാടക മുഖ്യമന്ത്രിയുമായി ഇത് സംബന്ധിച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നേരിയ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. കാലാവസ്ഥ ഈ മാറി മാറി വരുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ക്യാബിനടുത്തേക്ക് എത്താൻ കഴിയാത്തതാണ് നിലവിൽ അർജുൻ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാക്കുന്നത്. KV ബൈജുവിലേക്ക് എത്താം. ബൈജു, കഴിഞ്ഞ 11 ദിവസത്തോളമായി KV ബൈജുവും മറ്റും കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘങ്ങൾക്കൊപ്പം ഷിരൂരിലുണ്ട്. അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യം ഇപ്പോഴും ഉയർത്തുകയാണ്. കേരളം ഒന്നടങ്കം, മലയാളികൾ ഒന്നടങ്കം ആവശ്യം ഉയർത്തുന്നുണ്ട്. മിഷൻ അർജുൻ 11ാം ദിവസം പുരോഗമിക്കുമ്പോൾ ഇപ്പോഴും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിസന്ധിയായി കാലാവസ്ഥയാണ് നിൽക്കുന്നത്. പുഴയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട്. അതിനിടെ ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്താൻ വീണ്ടും IBOD പരിശോധന നടക്കുന്നുണ്ട്. 2-3 സ്പോട്ടുകൾ വിലയിരുത്തുന്നുണ്ട്. ടാങ്കറുടെ ക്യാബിനും ലോറിയും കൃത്യമായി സ്പോട്ട് ചെയ്യുന്നുണ്ട്. തെർമൽ പരിശോധനയും വീണ്ടും നടത്തുന്നു. ഡ്രോൺ സഹായത്തോടെയാണ് IBOD പരിശോധന. സ്പോട്ട് ചെയ്തെടുത്ത് നേവിക്ക് ഇറങ്ങാനാകാത്തത് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. ഒഴുക്ക് കുറയാതെ ഡ്രൈവിംഗ് സാധ്യമല്ല എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം.
അതിനിടെ മന്ത്രി മുഹമ്മദ് റിയാസ്, കേരളത്തിന്റെ പ്രതിനിധിയായ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തിയിട്ടുണ്ട്. 2 ദിവസം ഈ രക്ഷാദൌത്യത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി, നിരീക്ഷിക്കുന്നതിനു വേണ്ടി മന്ത്രി അവിടെ തുടരുമെന്നാണ് അറിയുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ വൈകിട്ടോടുകൂടി അവിടെ എത്തും. ഇപ്പോൾ നിർണായകമായിട്ടുള്ളൊരു യോഗം നടക്കുന്നു. ഈ രക്ഷാദൌത്യം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് ഇപ്പോഴത്തെ യോഗം നടക്കുക. വൈകിട്ട് 5 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയും. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. എന്നാൽ ദൗത്യത്തിന് പ്രതിസന്ധിയായിരിക്കുന്നത് കാലാവസ്ഥയാണ്. ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നതിനൊപ്പം ഇടവിട്ട് ശക്തമായ മഴയും പെയ്യുന്നതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ ഒരു യോഗം, ഇപ്പൊ നിർണായകമായിട്ടുള്ള യോഗം ആരംഭിച്ചിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസും ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള ആ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യം അതെ, നേവി അതിൻ്റെ ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ്, അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ നിലപാട് അറിയിക്കുന്നതായിരിക്കും. ഇവിടുന്നുള്ള ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? ജില്ലാ കലക്ടർ, അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടാകും. കോഴിക്കോട്ട് MP, കോഴിക്കോട്ട് നിന്നുള്ള 2 MLA മാർ, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, ലിൻഡോ, അത് അവരെത്തിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം MLA അസ്രഫ്, കോഴിക്കോട്ട് MP ശ്രീ MK രാഘവൻ, അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ അറിയിക്കും. എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ്. ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്തത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. ശരി. KV ബൈജുവിലേക്ക്. ബൈജു, രക്ഷാദൗത്യം ഇപ്പോഴും ഈ അവസാന മണിക്കൂറിലും പുരോഗമിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു? ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ രക്ഷാദൗത്യം നടക്കുന്നത് ബൈജു? ടോമെ, ഈ രക്ഷാദൗത്യം തുടരണമെന്ന് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഏതായാലും പ്രതികൂല കാലാവസ്ഥയുണ്ട്. മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ പരിശോധന നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഏതായാലും ഈ യോഗത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, ഇനി എന്താണ് തീരുമാനമെന്നൊക്കെ അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കൃത്യമായി ഈ അർജുൻ യാത്ര ചെയ്ത ഈ ലോറിയുടെ ലൊക്കേഷൻ കിട്ടാനുണ്ട്. ആ ലോറി ഏത് രീതിയിലാണ് അവിടെ കിടക്കുന്നതെന്ന് അറിയാനുണ്ട്. ആ ഒരു പരിശോധന നടത്തുന്നത്. മറ്റൊന്ന്, പ്രധാനമായും ഇതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. അത് വീണ്ടും ഇന്ന് പരിശോധന നടത്തി ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തും. അതാണ് ഇതിൽ ഏറ്റവും നിർണായകം. അത് ആ പരിശോധനയുടെയും നമുക്ക് ഒരു മണിക്കൂറിനകം തന്നെ അതിന്റെ വിവരങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. നിർണായകമായ വിവരമായിരിക്കും അത്. കാരണം ഇതിനകത്ത് അർജുനുണ്ടോ അത് കണ്ടെത്താൻ ഈ ഡ്രോണിന് ഇന്ന് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്നവരുടെ ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ആ കടയുടെ പരിസരത്തും ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണ് നീക്കുന്നൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 4 ഹിറ്റാച്ചി, അതുപോലെ തന്നെ ബൂം മെഷീൻ, 2 ബൂം മെഷീൻ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ പുഴയിൽ നിന്നും ഉൾപ്പെടെയുള്ള മണ്ണ് പുറത്തേക്ക് മാറ്റുന്നത്. ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വസ്തുക്കളോ മറ്റോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കൂടിയാണ് ആ പരിശോധന. ഇനിയിപ്പോൾ ഈ ക്യാബിൻ പരിശോധിച്ച് അതിൽ അർജുൻ ഇല്ലെങ്കിൽ ഇനി മറ്റെന്ത് മാർഗം, ഈ കടയുടെ പരിസരത്ത് ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ ചായ കുടിക്കാനോ മറ്റോ പോയ സമയത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതിനാണ് ആ രീതിയിലുള്ളൊരു പരിശോധന.
ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. മറ്റു രക്ഷാദൗത്യം ഏറെ പരമാവധി മനുഷ്യസാധ്യമായതെല്ലാം അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥലത്തെത്തിയിരിക്കുന്നു. ബൈജു, നേരത്തെ മാധ്യമങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്ന കാര്യം കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കാൻ, ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലെത്തിക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ വിലക്ക് മാധ്യമങ്ങൾ, കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ അവിടേക്ക് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുള്ള വിലക്ക് നീങ്ങിയിട്ടുണ്ടോ ബൈജു? അല്പസമയം മുമ്പാണ് ടോമെ നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ എത്താൻ സാധിച്ചത്. എല്ലാ മാധ്യമ പ്രവർത്തകരെയും ആ തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് ഈ ഡ്രോൺ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നതും അതുപോലെ തന്നെ ഈ കട കേന്ദ്രീകരിച്ച് മണ്ണ് വാരുന്നതുമൊക്കെ. ഏതായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നമ്മൾ അവിടെ പോകുമ്പോഴും കണ്ടത്. പ്രതികൂലമായ കാലാവസ്ഥയിലും നേവിയുടെയും അതുപോലെ തന്നെ NDRF സംഘം പുഴയിൽ തിരച്ചിൽ നടത്തുന്നതും ഇത്തരത്തിൽ തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴും ആശങ്കയുള്ളൊരു കാര്യം, ഈ തിരച്ചിൽ ഏതായാലും താൽക്കാലികമായി നിർത്തിവെക്കാൻ അങ്ങനെ ഏതെങ്കിലും തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നതാണ്. ആ ഒരു നിരാശയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പ്രതിഫലിക്കുന്നത്. ഏതായാലും അർജുന്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാത്തിരിക്കുകയാണ്. അർജുനെ എപ്പോൾ കിട്ടും എന്നത് സംബന്ധിച്ച് ആ ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ തുടരുന്നതും. ബൈജുലേക്ക് എത്താം. ഇപ്പോഴും അർജുന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. അർജുന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ ശിവൂരിൽ എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ നമ്മളെ ലോറി കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അർജുനുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ലോറി എടുത്തിട്ട് അല്ലെ ലോറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുമോ നമുക്ക് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവൻ അതിന് മുമ്പേ എവിടെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പോകുന്നതിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ ഇരിക്കുന്ന ഷെഡാണ്, SKTUവിൻ്റെ ഷെഡാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുക ചെയ്യുക, ഹോട്ടലില്ലാത്ത സമയമാണ്. അപ്പോൾ അന്ന് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് പോയതാണ്. എനിക്ക് തോന്നുന്നത് പോകുന്നതിൻ്റെ ഒന്നരാഴ്ച മുമ്പായിരുന്നു ആ സംഭവം. നമ്മുടെ നാടിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നമ്മുടെ സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു തീരാ വിഷമം ഉണ്ട്. ഇങ്ങനെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നീണ്ടുപോയാൽ വളരെ സങ്കടമുണ്ട്. അപ്പം നമുക്കുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പം ഗംഗാവലി പുഴയിലുണ്ടെങ്കിൽ തന്നെ വണ്ടീൻ്റെ ഗ്ലാസ് ചാടിപ്പോയിട്ട് അവൻ അതിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഗ്ലാസ് മിസ്സിങ് വരുമല്ലോ ഇത്രയും വലിയൊരു വീഴ്ചയിൽ. ഗ്ലാസ് മിസ്സിങ് ഉണ്ടെങ്കിൽ ചിലപ്പം ചാടി പുറത്തേക്ക് പോയി പോകും. അതാണിപ്പോൾ ഇത്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്തെന്ന് പറഞ്ഞാലാണ് നമുക്ക് ആകെ ഡൗട്ട്. ഇത്ര പുഴയിലുള്ളൊരു മൊബൈൽ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ഡൗട്ട്. നമ്മൾ ഓരോ ദിവസവും ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിനാകെ സമാധാനം ഇല്ലാതാവുകയാണ്. ഇന്ന് കിട്ടുമെന്നുള്ള ആകെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തെങ്കിലും ആവുമായിരിക്കും. എനിക്ക് കാത്തിരിക്കുകയാണെങ്കിൽ നാടൊന്നാകെ രാവിലെ ആകുമ്പോൾ ഇന്നും ഇവിടെ നാട്ടിലുള്ള സമയത്ത് ചെറുതിനെയും കൊണ്ടിട്ട് ഇതായി പീടികയിൽ വരും, നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ചെറുതിനെയും കൊണ്ട് പോകുന്നതാണ്. ഇന്ന് എന്തെങ്കിലും ആവുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇവിടെ തന്നെയാനോ ഇവിടുത്തെ വണ്ടിയിലുണ്ടേനി. അപ്പോൾ പിന്നെ ഇവിടെ സൈഡാക്കും. ഇവിടുത്തെ തന്നെ എല്ലാവരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നൊരു മോനെ. ചെറിയ വണ്ടി ഓടിച്ചത് ഇവിടുത്തെ ഒരു സിമെൻറ്റിൻ്റെ പീടിയുണ്ടായിരുന്നു. അവിടുത്തെ ഡ്രൈവറായിട്ട് കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറിയിലേക്ക് ഇങ്ങനെ പോകുന്നത്. എല്ലാവരായിട്ടും ഒരാൾക്കും അവനെ പറ്റിയിട്ടൊന്നും മോശമായി പറയാനുണ്ടാവില്ല. എല്ലാവരായിട്ട് എപ്പോഴും ചിരിച്ചും കൊണ്ട് നാട്ടിലെന്താവശ്യം ഉണ്ടെച്ചാൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പ്രളയം വന്ന സമയമായപ്പോഴും ഒക്കെ കൂട്ടത്തിലുണ്ടായിനി, നിപ്പ വന്നപ്പോൾ ഉണ്ടായിനി. അപ്പോൾ ഇങ്ങനെ എല്ലാ സഹായം ചെയ്ത് നടക്കുന്ന എല്ലാ വീടുകളായിട്ടോന് അടുത്ത ബന്ധമാണ്. സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് അവൻ സാധനം വാങ്ങല്. അവന് മകനായിട്ട് വരും, ഒരാഴ്ചത്തേക്കുള്ള സാധനം ഇവിടെ നിന്ന് വാങ്ങിപ്പോവും. വണ്ടി സൈഡാക്കല് അവിടെയാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് വന്നതിനെ കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് അവൻ വണ്ടി മാറ്റിയിട്ടാണ് പാർക്ക് ചെയ്യല്. പണ്ട് തന്നെ ഉള്ള പരിചയമാണ് അവന്. നമ്മുടെ ഒരു 3-4 കൊല്ലം മുന്നേ ഡിവൈഎഫ്ഐന്റെ ഒരു മേഖലാ സെക്രട്ടറി കൂടിയൊക്കെ ആയിരുന്നു. ഞങ്ങളിതിപ്പോൾ മൊബൈലിലെ എല്ലാ ന്യൂസും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ കാണുന്നു. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും കഴിയൂലല്ലോ. ഇവിടെ നിന്നും കൊണ്ടൊന്നും ഇപ്പോൾ അതിനുള്ള ഒരു ഇതില്ല. പക്ഷെ വളരെയധികം വിഷമമുണ്ട് ഈ കാര്യത്തിൽ. രാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അവനെ തന്നെ മനസ്സിൽ വരുന്നു. അവൻ്റെ കുട്ടിയും
ഇതൊക്കെ ഇവിടുത്തെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ മനുഷ്യജീവനൊരു വില ഇല്ല എന്നുള്ളൊരു ഇതാണ്. ഒരു ആക്സിഡന്റ് ആയി കിടക്കുകയാണെങ്കിലും വണ്ടി അപ്പുറത്തോട്ട് തിരിച്ചു പോകുക എന്നിട്ട്. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല. മലയാളികൾ ഏത് തന്നെ ഒരു എന്ത് തരം വർഗീയത ഉണ്ടെങ്കിലോ എന്ത് ഇതുണ്ടെങ്കിലോ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ അവർ നമ്മൾ മലയാളി ശ്രമിക്കാറുള്ളൂ എങ്ങനെയായാലും. പക്ഷെ അതവിടെ നടന്നിട്ടില്ല. ബൈജു, കെ വി ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ അർജുനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന നാട്ടുകാർ അവൻ തിരികെ എത്തുമെന്ന് ഇപ്പോഴും അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നു. അതല്ലെങ്കിൽ അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അർജുനെ ഉടൻ തന്നെ കണ്ടെത്തണമെന്ന്. പലപ്പോഴും നമ്മുടെ ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെ കമന്റ് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോഴും നിരവധി ആളുകളാണ് അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അർജുനെ കണ്ടെത്തണമെന്ന പ്രാർത്ഥനാവശ്യവുമായി ഇങ്ങനെ നിൽക്കുന്നത്. എന്താണിപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? അർജുന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ശിരൂരിലുണ്ടോ? നേരത്തെ കോഴിക്കോട് നിന്നുള്ള രക്ഷാദൗത്യം അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരിപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ ബൈജു? ടോമേ, തീർച്ചയായും സുഹൃത്തുക്കൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. അതുപോലെ തന്നെ വീട്ടിലെ ഒരു അത്താണിയാണ് ഇത്തരത്തിൽ അർജുൻ. അത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വീട്ടുകളിലെയും ഒരു അംഗം പോലെയാണ് അർജുൻ. ഏതായാലും ബന്ധു ജിതിൻ ഇവിടെയുണ്ട്, അനുജൻ അഭിജിത്ത് ഉണ്ട്. അത്തരത്തിൽ ചുരുക്കം ചില ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വലിയ നിരാശയാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ജിതിൻ്റെ ഒരു വാക്കായിരുന്നു. ജിതിൻ പറഞ്ഞത് അനുജന് വേണ്ടി ഇത്തരത്തിൽ ഈ ഒരു രക്തസാക്ഷിയാവുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ ഈ സാഹസികമായതിലേക്ക് ഇറക്കുന്ന അത്തരത്തിൽ ഒരു തെരച്ചിൽ ചെയ്യേണ്ട എന്ന രീതിയിലൊക്കെ ആ വലിയ വൈകാരികമായിരുന്നു ജിതിൻ സംസാരിച്ചത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഇനി ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് വലിയ ആശങ്കയുള്ളത്. ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിന് എത്രത്തോളം സമ്മർദ്ദം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ഈ മുഹമ്മദ് റിയാസ് ഇപ്പോൾ നടത്തുന്ന ചർച്ച അതിൽ നിർണായകമാണ്. അതുമാത്രമല്ല, ഐപോഡ് ഉപയോഗിച്ചുള്ള ഡ്രോൺ പരിശോധനയിലുണ്ടായ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ വരാനുണ്ട്. അതും നിർണായകമാണ്. വൈകിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുക. ഏതായാലും നിലവിൽ ഈ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്. ടോം. ബൈജു, ഈ നേരത്തെ നമ്മുടെ ഈ കോഴിക്കോട് നിന്നുള്ള സംഘം അടക്കം അവിടെ ഉണ്ടായിരുന്നല്ലോ, രക്ഷാസംഘം, രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി കോഴിക്കോട് നിരവധി ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവർക്കിപ്പോഴും പ്രതീക്ഷയുണ്ടോ? അവരും ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ പരിസരത്തുണ്ട്. പ്രധാനമായി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോഴും ആർക്കും പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകരെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ അകത്ത് കടത്തിവിട്ടത്. ഇപ്പോൾ എല്ലാവരെയും പുറത്തു തന്നെ ആ ഭാഗത്ത് ആരെയും ഇപ്പോൾ കയറ്റിവിടുന്നില്ല. തെരച്ചിലിനെ അത് ബാധിക്കും ഉള്ളതുകൊണ്ട് നേരത്തെ രക്ഷാപ്രവർത്തകരായും സുഹൃത്തുക്കളുമായും ഒക്കെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്. അതുമാത്രമല്ല, ഈ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ, അത്തരത്തിൽ നിരവധി സംഘടനാ പ്രവർത്തകരുണ്ട്. നിരവധി ആളുകളാണ് ഓരോ ദിവസം കഴിയുന്നവരും ഈ ശിരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്നാണ് അർജുനെ കണ്ടെത്താൻ പറ്റുക? വലിയ നിരാശ പലരുടെയും മുഖത്ത് കാണാമായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. എന്തായാലും ഈ വൈകിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനമാണ് ഇന്ന് വളരെ പ്രധാനം. ആ വാർത്താ സമ്മേളനത്തിൽ എന്ത് വിവരങ്ങളാണ് നൽകുന്നത്, അതല്ല തിരച്ചിൽ നിർത്തിവെക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ടോ? കാരണം കാലാവസ്ഥ അത്രത്തോളം പ്രതികൂലമാണ്. നിലവിലെ സാഹചര്യത്തിൽ പുഴയിലെ അടിത്തട്ടിലിറങ്ങി പരിശോധന സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടോ, അത് അർജുന്റെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഏതായാലും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വൈകിട്ട് ആ വാർത്താ സമ്മേളനം വളരെ നിർണായകമായിരിക്കും. ടോം. വ്യക്തമാണ്. കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള രക്ഷാദൗത്യം 11ാം ദിവസവും തുടരുകയാണ്. കാലാവസ്ഥ വലിയ പ്രതികൂലമായി നിൽക്കുന്നതാണ് തിരിച്ചടിയായിരിക്കുന്നത്. പുഴയിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയം മുമ്പ് ശിരൂരിലെത്തിയിരുന്നു. അവിടുത്തെ ഭരണകൂടവുമായി, ജില്ലാ ഭരണകൂടവുമായുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന
വിവരങ്ങൾ, അതായത് രക്ഷാദൗത്യം തുടരണമോ വേണ്ടയോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ഇത്രയും 11 ദിവസമായും രക്ഷാപ്രവർത്തനം തുടർന്നിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ടുണ്ട്, വെല്ലുവിളിയായിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്ന കാര്യം, ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഏറെ ഇപ്പോഴും അർജുനെ കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ്. അതോടൊപ്പം നിരാശപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചേക്കുമെന്നാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള യോഗം ശിരൂരിൽ പുരോഗമിക്കുകയാണ്. മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് വരുന്നത്. തിരുവല്ല പെരിങ്ങര മുണ്ടക്കം പാലത്തിന് സമീപം കാറിന് തീപിടിച്ച് 2 മരണം. ദമ്പതിമാരാണ് മരിച്ചതെന്നാണ് സൂചന. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ശശിനാരായണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശശി, ദമ്പതിമാരാണ് മരിച്ചതെന്ന് സൂചനയുണ്ട്. ഇതാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്? എന്താണ് സംഭവിച്ചത്? ടോം, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് തിരുവല്ല പെരിങ്ങര മുണ്ടകം പാലത്തിന് സമീപം കാർ കത്തിച്ചത്. ഈ സമയം പെട്രോളിംഗത്തെ പോലീസുകാരാണ് കാറ് കത്തുന്നതായി കണ്ടത്. ആദ്യം അവർ വിചാരിച്ചിരുന്നത് ചപ്പചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്നാണ് പോലീസ് വിചാരിച്ചത്. പക്ഷേ അടുത്ത് നിന്നിട്ടാണ് കാർ കത്ത് കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചപ്പോഴത്തേക്കും കാർ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. കാറിനുള്ളിൽ 2 സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ആരാണെന്നുള്ള ഒരു വിവരം പ്രാഥമിക ഘട്ടത്തിൽ അറിഞ്ഞില്ല. തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയുള്ള അന്വേഷണത്തിലാണ് തിരുവല്ല തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് മരിച്ചതെന്നുള്ളവരാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് നൽകുന്ന വിവരം. എന്തായാലും ആത്മഹത്യയാണെന്നാണ് ഒരു പ്രാഥമിക വിവരം ഉള്ളത്. വിജനമായ സ്ഥലമാണ്, തിരുവല്ലയിലെ ഒരു വിജനമായ സ്ഥലത്താണ് ഈ കാറ് കണ്ടെത്തിയിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ അവിടെ ഈ മറ്റു സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ്. ആ പ്രദേശത്തോട്ട് പോകേണ്ട കാര്യം ഇല്ല. പക്ഷെ ഈ കാർ അത്തരത്തിൽ അവിടെ വന്ന് വിജനമായ സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ കത്തി നശിച്ചത് ഒരു ആത്മഹത്യയാണെന്ന് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനം പോലീസുള്ളത്. ഇവർക്കൊരു മകനുണ്ട്, മകൻ ചികിത്സയിലാണ്. ആ മകനെ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ്. എന്തായാലും ആ മകനോട് വന്നതിന് ശേഷമായിരിക്കും ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല തുകലശ്ശേരി സ്വദേശികളായ 69 വയസ്സുള്ള രാജു തോമസും 63 വയസ്സുള്ള ലൈജി തോമസുമാണ് മരിച്ചതെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്താണ് ആത്മഹത്യക്കുള്ള കാരണം എന്നതിനെ കുറിച്ച് കൃത്യമായി പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. അതിനുകൊണ്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ശശിനാരായണൻ, ഈ ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താനുള്ള കാരണം എന്താണ്? ഈ കാറിന് എന്തെങ്കിലും സാങ്കേതികമായ ഒരു തകരാർ സംഭവിച്ചുണ്ടായ തീപിടുത്തം, അങ്ങനെ ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അതോ മറ്റെന്തെങ്കിലും നിർണായകമായ വിവരം പോലീസിന് ലഭ്യമായിരുന്നോ? ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം എന്താണ്? പ്രധാനമായും ഇവർക്ക് ഒരു മകനാണുള്ളത്. ആ മകൻ വർഷങ്ങളായി ചികിത്സയിലാണ്. അങ്ങനെ ഒരു മാനസിക പ്രയാസം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അതിന്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അത്തരത്തിൽ ഉള്ള ഒരു കുടുംബമല്ല എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മകന് കുറേ നാളുകളായി ഈ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലൊക്കെ മകൻ ചികിത്സയിലാണ്. ആ മകന്റെ കാര്യത്തിൽ ഒരു മനോവിഷം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണം. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം ഉള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയായിരിക്കും എന്ന് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും രണ്ടുപേരും പ്രായമായ ആളുകളാണ്. ഒരാൾക്ക് രാജു തോമസിന് 69 വയസ്സും ലൈജു തോമസിന് 63 വയസ്സുമാണ്. എന്തായാലും ഒരു ദാരുണമായ സംഭവമായി പോയി എന്ന് തന്നെ ആണ് അയൽവാസികൾ പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും, കുടുംബ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായതായി അയൽവാസികൾ പോലീസ് തിരക്കുമ്പോൾ അയൽവാസികൾ അത്തരം കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ല. സ്വാഭാവികം വർഷങ്ങളായി മകനെ ഇങ്ങനെ ചികിത്സിക്കുന്നതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ അയൽവാസികളോടൊക്കെ പങ്കുവച്ചത്. അതുകൊണ്ടാണ് പോലീസ് അത്തരത്തിൽ ഒരു ആത്മഹത്യ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം. ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് തിരുവല്ല പെരിങ്ങരയിൽ നിന്ന് വരുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കം പാലത്തിന് സമീപത്ത് വെച്ച് കാറിന് തീപിടിച്ചാണ് 2 പേർ മരിച്ചത്. ദമ്പതിമാരായ രാജു തോമസും ഭാര്യയും മരിച്ചെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ആത്മഹത്യ എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.